ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ ട്രിപ്പ് ടു മൈ ഗാർഡൻ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ 3 ഷ്രബുകളെയാണ് പരിചയപ്പെടുന്നത്. ഷ്രബ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കുറ്റിച്ചെടികളാണ്. ആ കുറ്റിച്ചെടികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോളിയേജ് കൊണ്ട് തന്നെ, അതിൻ്റെ ഇലകൾ കൊണ്ട് തന്നെ വളരെ മനോഹരമായ 3 ചെടികളാണ്. ആ ചെടികൾ വെറും ചെടികളല്ല. നമുക്ക് ഇപ്പോൾ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സീസണൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള 3 ചെടികളാണ്. അപ്പോൾ അത് ഏത് ചെടികളാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയറും കൂടി ചെയ്തേക്കണം. ഫസ്റ്റ് വൺ ഇതാണ്. ഈ ചെടിയുടെ പേര് അരക്കേറിയ ഹെട്രോഫില എന്നാണ്, അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ക്രിസ്മസ് ട്രീ എന്ന് പറയുന്ന പ്ലാന്റാണിത്. ഇത് ക്രിസ്മസിനും ന്യൂ ഇയറിനും അതല്ല ഏത് സീസണിലും ഒക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത്, നമ്മുടെ ഗാർഡന് ഒരു നല്ലൊരു ചെറുമരമായിട്ടോ ഒരു ഷ്രബായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണിത്. അതിൻ്റെ ഫോളിയേജ് കൊണ്ട് തന്നെ അതിന് ഏറ്റവും മനോഹരമാകുന്ന ഒരു ചെടിയാണ്. ഫോളിയേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലീഫ് കൊണ്ട് തന്നെ ആ ലീഫിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകതയുള്ള ഒരു ചെടിയാണ്. അതിൻ്റെ ഇലകൾ സാധാരണ ഇലകൾ പോലെയൊന്നും അല്ല കേട്ടോ, ഒരു സ്പൈൻ പോലെയൊക്കെ നമുക്ക് തോന്നും. ഇതൊരു കോണിഫറാണ്. കോണിഫർ എന്ന് പറഞ്ഞാൽ കോൺ ബിയറിംഗ് സീഡ് പ്ലാന്റ്സ്. ഈ പ്ലാന്റിൻ്റെ വെർനാക്കുലർ നെയിം അല്ലെങ്കിൽ പ്രാദേശികമായി അറിയപ്പെടുന്നത് നോർഫോക്ക് ഐലൻഡ് പൈൻ അല്ലെങ്കിൽ നോർഫോക്ക് പൈൻ എന്നാണ്. ഫാമിലി അരക്കേറിയേസിയെ, ജീനസ് അരക്കേറിയ, സ്പീഷീസ് ഹെട്രോഫില. രണ്ടാമത്തെ വെറൈറ്റി നമുക്ക് ക്രിസ്മസിനൊക്കെ അലങ്കരിക്കാൻ പറ്റുന്ന മറ്റൊരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ പേരാണ് തൂജ. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം തൂജ ഓക്സിഡൻ്റാലിസ്. ഇതിനെ നോർത്തേൺ വൈറ്റ് സെഡർ അല്ലെങ്കിൽ ഈസ്റ്റേൺ വൈറ്റ് സെഡർ അല്ലെങ്കിൽ ആർബോർവിറ്റെ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ഈ പ്ലാന്റ് സൈപ്രസ് ഫാമിലിയായ കുപ്രസേസിയയിൽ വരുന്ന എവർഗ്രീൻ കോണിഫറസ് പ്ലാന്റ് ആണ്. കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളാണ് ഈ പ്ലാന്റിൻ്റെ നേറ്റീവ് പ്ലേസ്. ദിസ് പ്ലാന്റ് ഈസ് വൈഡ്ലി കൾട്ടിവേറ്റഡ് ആസ് ഓർണമെൻ്റൽ പ്ലാന്റ്സ്. അതുകൊണ്ട് തന്നെ ഒരു ഫെസ്റ്റീവ് സീസണിലൊക്കെ ഡെക്കറേഷനായിട്ട് നമുക്ക് ഈ പ്ലാന്റ് ഉപയോഗിക്കാം. തൂജ എന്ന് പറയുന്ന ഈ പ്ലാന്റ് നമുക്ക് ക്രിസ്മസിനും ന്യൂ ഇയറിനും ഓൾ ത്രൂ ഔട്ട് ദ സീസൺ നമുക്ക് നമ്മുടെ ഗാർഡനിൽ ഒരു നല്ലൊരു പ്ലാന്റായിട്ട് നമുക്ക് വളർത്താൻ, ലോണിലും ഒക്കെ നല്ല ഒരു ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. നമ്മുടെ ഔട്ട്ഡോർ ഗാർഡനിലും ലോണുകളിലും ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ വളരെ മനോഹരമായ ഒരു പ്ലാന്റാണ് ഈ തൂജ. അതിൻ്റെ ലീഫിൻ്റെ ആ ഗ്രീനും ഒരു ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റും കൊണ്ട് നമ്മുടെ ഗാർഡൻ സ്പേസ് വളരെ ബ്യൂട്ടിഫുള്ളാക്കാൻ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗാർഡൻ സ്പേസ് ഒരുക്കുമ്പോൾ ഈ പ്ലാന്റിനെ പ്രത്യേകിച്ച് പരിഗണിക്കാവുന്ന ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൽ ഇലകളുടെ അറേഞ്ച്മെൻ്റ് ഒരു പ്രത്യേക ഭംഗിയാണ്. The leaves are small, simple and arranged in flattened opposite pairs in 4 rows along flattened twigs. The leaves appears fan-like sprays. മാത്രവുമല്ല ഇലകൾക്ക് നല്ല മണമുള്ള ഇലകളാണ്. നമ്മൾ ക്രഷ് ചെയ്ത് നോക്കുമ്പോൾ നല്ല മണമുള്ള ഇലകളാണ്. ധാരാളം മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു പ്ലാന്റാണ് തൂജ. ജോയിൻറ്റ് പെയിൻസ്, മസിൽ പെയിൻസ്, ആർത്രൈറ്റിസ് എന്നിവയ്ക്കൊക്കെ തൂജ ഉപയോഗിക്കാറുണ്ട്. തൂജ ഓയിൽ സ്കിൻ പ്രോബ്ലംസിനൊക്കെ ഉപയോഗിക്കാറുണ്ട്, മസിൽ ക്രാംസിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. കൂടാതെ ഒരു ഇൻസെക്റ്റ് റെപ്പലൻ്റായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. ഫുഡിലും ബിവറേജിലും ഇതൊരു ഫ്ലേവറിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോപ്പ് ആൻഡ് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലൊക്കെ ഇതൊരു ഫ്രാഗ്രൻറ്റ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇത്രയും നല്ല മെഡിസിനൽ വാല്യൂസ് ഉള്ള ഈ ഒരു പ്ലാന്റിനെ നമ്മൾ എന്തായാലും നട്ടു വളർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഈ പ്ലാന്റിൻ്റെ എക്സ്ട്രാക്റ്റ് ഹോമിയോപ്പതിയിൽ മെഡിസിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും മെഡിസിനൽ ആൻഡ് ഓർണമെൻ്റൽ ക്വാളിറ്റീസ് ഉള്ള ഈ ഒരു പ്ലാന്റിനെ നമ്മൾ എന്തായാലും നമ്മുടെ ഗാർഡനിൽ വെച്ച് വളർത്തേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ഈ പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള പ്ലാന്റ്സൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് അത്രയൊരു നോളജ് ഇല്ല അല്ലേ. ഫാൻ പോലെയുള്ള ഒരു ലീഫിനെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. ഒരു ലീഫിൻ്റെ ബേസ് പോർഷൻ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയൊരു പ്ലാന്റാക്കി വളർത്തിയെടുക്കാം. തൂജ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ഓരോ ലീഫ് കട്ട് ചെയ്ത് ധാരാളം സാപ്ലിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഡെക്കർ പർപ്പസിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളൊരു 3ാമത്തെ വെറൈറ്റി പ്ലാന്റാണിത്. ഇതിൻ്റെ പേരാണ് ബോട്ടിൽ ബ്രഷ്. ബോട്ടിൽ ബ്രഷ് 2-3 വെറൈറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ വൈറ്റ് ഫ്ലവർ ഉള്ളതും റെഡ് ഫ്ലവർ ഉള്ളതും ഉണ്ട്. ഇതിനാ പേര് വരാൻ കാരണം
ബ്രഷ് പോലെയാണ്. അതായത് ഒരു ബോട്ടിൽ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷ് എങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്കറിയാലോ. ഒരു കമ്പിയിൽ അതിൻ്റെ സൈഡിലേക്ക് എല്ലാ സൈഡിലേക്കും ബ്രഷിൻ്റെ അതായത് ബ്രിസിൽസ് ഇങ്ങനെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെയാണ് ഈ ഫ്ലവറും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ബോട്ടിൽ ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ് പോലെ തോന്നും. ബോട്ടിൽ ബ്രഷ് എന്ന പേര് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ പ്ലാന്റ് ഇതുവരെ ഫ്ലവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കിത് ഏത് വെറൈറ്റിയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഫ്ലവർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ ഇതും നല്ലൊരു ഡെക്കർ വെറൈറ്റിയാണ്. മാത്രമല്ല ഇതിൻ്റെ ലീഫ് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ലീഫിന് നല്ല മണമുള്ള ലീഫാണ്. ഒരു മിൻറ്റിൻ്റെയൊക്കെ മണമുള്ള ലീഫുകളാണ്. ചെറിയ ലീഫുകളാണ് അതിനുള്ളത്. ഇനി ഒരു ബ്രാഞ്ചസിൻ്റെ അല്ലെങ്കിൽ ലീഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്രോൺസ് കളറിലുള്ള പുതിയ ലീഫ് ന്യൂ ഗ്രോത്തിനൊക്കെ ഒരു ബ്രോൺസ് കളറ് വരുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേകതയാണ് ഈ ഒരു ലീഫിനുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു ഷ്രബാണ്, കുറ്റിച്ചെടിയാണ്, ചെറിയൊരു ട്രീ എന്നൊക്കെ വേണമെങ്കിലും പറയാം. ഇതും നമ്മുടെ ഗാർഡനിൽ, ഔട്ട്ഡോർ ഗാർഡൻ, ലോണുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള നല്ല ചെറുമരങ്ങളായിട്ടൊക്കെ നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വെറൈറ്റി പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ ഇലകൾ നമ്മുടെ കൈകളിലിട്ട് ക്രഷ് ചെയ്ത് മണപ്പിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മണമുള്ള ഒരു ഇലകളാണ് ഇതിനുള്ളത്. നല്ല ഫ്രാഗ്രൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മൊസ്കിറ്റോ റെപ്പലൻ്റായിട്ടൊക്കെ ഈ പ്ലാന്റിനെ യൂസ് ചെയ്യാൻ പറ്റും. ലീഫിൻ്റെ ഈ അരോമാറ്റിക് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഈ പ്ലാന്റിൻ്റെ ലീഫുകൾ വളരെ മെഡിസിനൽ വാല്യൂ ഉള്ള ലീഫുകളാണ്. മാത്രവുമല്ല ഇത് പല പ്രോഡക്ട്സുകളിലും ഒരു ഇൻഗ്രീഡിയൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മൊസ്കിറ്റോ റെപ്പലൻറ്റുകളിലും സ്പ്രേകളിലും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിൽ നിന്നൊരു ഓയിൽ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പലതരത്തിലുള്ള എയിൽമെൻറ്റ്സിനും ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ 3 പ്ലാന്റ്സും നമുക്ക് ഒരു ഹോം ഡെക്കറിനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലാന്റ്സാണ്. അതിൽ 2 പ്ലാന്റ്സ് കോണിഫറസ് പ്ലാന്റ്സ് ആണ്. അല്ലാതെ ഒരു പ്ലാന്റ് നമ്മളിപ്പോൾ കണ്ട ബോട്ടിൽ ബ്രഷ് എന്ന് പറയുന്നത് ഒരു എവർഗ്രീൻ ഷ്രബുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 3 പ്ലാന്റുകളും നമ്മുടെ വീട്ടിനെ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ വേളകളിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഒരു അലങ്കാര ലൈറ്റുകളൊക്കെ കൊടുത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ പാറ്റിയോ സ്പേസും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻസ് ഇടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.